പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല എന്ന് വിലപിച്ചുകൊണ്ട് പാക് ദേശീയ അസംബ്ലിയിൽ ഇന്ത്യക്കെതിരെ ഇരവാദം ഉയർത്തുമ്പോൾ പാകിസ്ഥാൻ ചെയ്തതിന്റെ ബാക്കി പത്രം അവിടെ കിടക്കുന്നുണ്ട്. ഷെല്ലാക്രമണം നടത്തിയ കെട്ടിടങ്ങളായി ആ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകിയതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ആസൂത്രിത ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുകയാണ്. ഇന്ത്യയുടെ 3 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി പി ആർ സുനിലും ഉണ്ണി ബാലകൃഷ്ണൻ നമുക്ക് പോകേണ്ട. ആദ്യം ഞാൻ ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നത് പാകിസ്ഥാന്റെ ഇരവാദത്തെക്കുറിച്ചാണ്. അതുമാത്രമല്ല, പാകിസ്ഥാന് മസൂദ് അസറിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം, അതിന് പാക് ദേശീയ പതാക പുതച്ച് സംസ്കാര ചടങ്ങ് നടത്തിയാൽ മാത്രം പോരാ, മസൂദ് അസറിനെ സാന്ത്വനിപ്പിക്കുന്നതിനായി ഇന്ത്യയെ തിരിച്ചടിക്കേണ്ടതുണ്ട്. അതിനാണോ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ദേശീയ അസംബ്ലിയിൽ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്? ഭീകരർക്കൊപ്പം തങ്ങൾ ഉണ്ടാകും എന്ന ഒരു കാര്യം അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഷഹബാസ് ഷെരീഫ് തന്നെ പറയുകയല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? ഷഹബാസ് ഷെരീഫിൻ്റെ ആ പ്രസംഗത്തെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം ഷഹബാസ് ഷെരീഫിന് വേറെ മാർഗ്ഗമില്ല. തീവ്രവാദി സംഘടനകളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്ര ഭരണകൂടം എപ്പോഴും നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വെറുപ്പിക്കുന്ന ഒരു നീക്കവും ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നിശ്ചയമായും ഷഹബാസ് ഷെരീഫ് അവർക്കൊരു ഉറപ്പ് നൽകുന്നത് പോലെയാണ്, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചടിക്കും എന്ന് പറയുന്നത് നിശ്ചയമായും. പക്ഷേ പാകിസ്ഥാൻ അത് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലങ്ങളിലും അതിശക്തമായി സൈനിക വിന്യാസം നടത്തിയതിനു ശേഷമാണ് ഈ എയർ സ്ട്രൈക്കിന് ഇറങ്ങി പുറപ്പെട്ടത്. അത്തരത്തിൽ പ്രതിരോധം തീർത്ത് എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷമാണ് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത്. എയർ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഇന്ത്യ വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ഭീകരന്മാരെയാണ്, ഭീകരവാദി ക്യാമ്പുകളെയാണ്, അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ അല്ല എന്ന് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലൊക്കേഷനുകളും ടാർഗറ്റുകളും ഫിക്സ് ചെയ്ത് വളരെ പ്രിസൈസായി ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് സൈനിക മേധാവികൾ തന്നെ വന്ന് വാർത്താസമ്മേളനം നടത്തി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജ കഥ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാന്റെ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിക്ടിംഹുഡ്, ഇരവാദം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഇരവാദം ഉന്നയിക്കുന്നത് 2 അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു പിന്തുണയും പാകിസ്ഥാൻ ലഭിക്കുന്നില്ല എക്സെപ്റ്റ് ചൈന, അസർബൈജാൻ, അതുപോലെ തന്നെ ടർക്കി. ഈ 3 രാജ്യങ്ങളാണ് ആകെക്കൂടെ ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് നിൽക്കുന്ന. അക്കാര്യത്തിൽ തന്നെ ചൈന ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല. ഖേദകരമായി പോയി, റിഗ്രറ്റബിൾ എന്ന് മാത്രമാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ചൈനീസ് പ്രീമിയർ നേരെ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. റഷ്യയിൽ അവിടെ വേൾഡ് വാർ 2ാം ലോക യുദ്ധത്തിലെ റഷ്യയുടെ വിജയം ആഘോഷിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ചൈനീസ് പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിരിക്കുകയാണ്. റഷ്യ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റഷ്യ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഒറ്റപ്പെടൽ അത് മറികടക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ വിക്ടിംഹുഡ് എന്ന് പറയുന്ന ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഭീകരർക്ക് പിന്തുണ നൽകാതെ നിവൃത്തിയില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. കാരണം പാകിസ്ഥാൻ്റെ എല്ലാ തരത്തിലുള്ള ഇൻഫിൽട്രേഷൻസും, നുഴഞ്ഞുകയറ്റങ്ങളും കടന്നുകയറ്റങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നത് ഇത്തരം ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ലഷ്കർ-ഇ തോയ്ബ, അതേപോലെ മസൂദ് അസർ നേതൃത്വം കൊടുക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ. ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന ബഹൽപൂരിലാണ് വളരെ ശക്തമായ ഒരു എയർ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ലഷ്കർ-ഇ തോയ്ബയും അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും മാത്രമല്ല നമ്മുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നത്. മസൂദ് അസർ ടാർഗറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ CNN-ഉം സ്കൈ ന്യൂസും അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം അങ്ങേയറ്റം തകർന്നു കിടക്കുകയാണ് ആ കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഭീകരം, എന്തായാലും ഇത്തരം ഭീകര ക്യാമ്പുകളിൽ സാധാരണ മനുഷ്യരല്ലല്ലോ ഉണ്ടാവുക. നിശ്ചയമായും ഭീകര പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടാവുക. അവർക്കുള്ള പരിശീലന കേന്ദ്രമാണ് ഈ ലൊക്കേഷനുകൾ എന്ന് പറയുന്നത്, ഈ ടാർഗറ്റുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ഭീകരരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് 26 സാധാരണക്കാരെയാണ്, അതിൽ കുട്ടികളടക്കമുള്ള, സ്ത്രീകളടക്കമുള്ള ആളുകളെയാണ് ഇന്ത്യ കൊന്നിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു നറേറ്റീവാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആൾ തന്നെയാണ്, മേജർ തന്നെയാണ് വന്ന് ഇന്ന് റാവൽപിണ്ടിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് സിവിലിയൻസിനെയാണ് എന്നാണ്. പക്ഷേ ഇന്ത്യ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതും ദൃശ്യങ്ങളടക്കം തെളിവായി ഹാജരാക്കിയിരിക്കുന്നതും ഒരൊറ്റ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല, ഒരു മിലിറ്ററി ബേസിലേക്കും ആക്രമണം നടത്തിയിട്ടില്ല. മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ഈ പറഞ്ഞ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വളരെ വലിയ ജനവാസമുള്ള സ്ഥലങ്ങളെ, ആ ജനങ്ങളെ മറയാക്കി അവരെ കവറാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുക. കാരണം ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കാൻ വന്നാൽ ആദ്യം ഇരകളാകുക ഈ സാധാരണക്കാരായിരിക്കും. സ്വാഭാവികമായും ഒന്ന് പിന്നോട്ട് പോകും, ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകും. ഭീകരരെ ആക്രമിക്കാൻ കഴിയാതെ വരുമ്പോൾ സൈനിക നീക്കങ്ങൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയിട്ടൊരു കവറാണ് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ. പക്ഷേ വളരെ കൃത്യമായി സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന മോസ്കുകൾക്ക് ചുറ്റും
ചുറ്റും മോസ്കുകളുള്ള എന്നാൽ അതിനകത്തെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ തന്നെ കണ്ടെത്തിക്കൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു ഉണ്ണി ബാലകൃഷ്ണൻ. കൂടുതൽ അനാലിസിസിനായി നമുക്ക് ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും കേൾക്കാം. പ്രേക്ഷകർ കാത്തിരിക്കുക. പി ആർ സുനിലിലേക്ക് ഞാൻ പോകുന്നു. പി ആർ സുനിൽ, ഇപ്പോൾ നടക്കുന്ന കൂടിയാലോചനകൾ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള DGPമാർ, ചീഫ് സെക്രട്ടറിമാർ അവരെല്ലാം പങ്കെടുത്ത അമിത്ഷായുടെ വെർച്വൽ മീറ്റ് അടക്കം പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്? സുരക്ഷാ സന്നാഹങ്ങൾ മോക്ക് ഡ്രില്ലിന് ശേഷം രാജ്യതലസ്ഥാനത്ത് കൂടുതൽ കടുപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ? സുജി, എന്തായാലും പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ അനാവശ്യമായി പാകിസ്ഥാന്റെ മണ്ണിൽ ആക്രമണം നടത്തി, പാകിസ്ഥാനിലെ നിരപരാധികളെ ആക്രമിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടി ഇന്നലെ തന്നെ നൽകി, ഇന്ന് പുലർച്ചെ തന്നെ നൽകി എന്നൊരു അവകാശവാദം കൂടി പാകിസ്ഥാൻ ഉന്നയിക്കുകയാണ്. ഏതായാലും ഇന്ന് പാകിസ്ഥാന്റെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുകയും ഇന്ത്യക്ക് തിരിച്ചടി നൽകാനുള്ള അനുമതി പാകിസ്ഥാൻ സേനയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ നീക്കങ്ങൾ തീർച്ചയായും ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനും ചെറുക്കാനും ഒക്കെയുള്ള കെൽപ്പ് ഇന്ത്യൻ സേനയ്ക്കുണ്ട്. അതിനായുള്ള സജ്ജീകരണങ്ങൾ ഏതായാലും ഒരുക്കി നിർത്തിയ ശേഷം തന്നെയാണ് 9 ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിർത്തിയെല്ലാം സുരക്ഷിതമാണ്. എല്ലാ അന്താരാഷ്ട്ര അതിർത്തിയും ഒപ്പം തന്നെ നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ, യഥാർത്ഥ നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തുകയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും DGPമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. വെർച്വലായാണ് യോഗം നടന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും, അതിർത്തി സംസ്ഥാനങ്ങളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ പ്രത്യേക ജാഗ്രതയുമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും DGPമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ് രാജ്യം. ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ UNSCയിലെ എൻവോയ്സിനെ, അതായത് പാകിസ്ഥാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും വിക്രം മിശ്രി തന്നെ, വിദേശകാര്യ സെക്രട്ടറി തന്നെ ബ്രീഫ് ചെയ്യുന്നതായും മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്തത്? പാകിസ്ഥാന്റെ നുണക്കൂമ്പാരത്തിന് മുകളിൽ ഒരു ഫാക്ട് ചെക്ക് നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയാണോ ഇപ്പോൾ വിക്രം മിശ്രി? സുജി, എന്തായാലും ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായും ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാനിലെ നിരപരാധികളെ ആക്രമിച്ചു എന്ന പ്രചരണം ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കാനാണ്. ലോകരാഷ്ട്രങ്ങളെയൊക്കെ തന്നെ വിളിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രചാരണം ഇപ്പോൾ ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യഥാർത്ഥ വസ്തുത അറിയിക്കാനുള്ള കൂടിക്കാഴ്ചകൾ ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയിലെ എല്ലാ മറ്റ് രാജ്യങ്ങളുടെയും പ്രതിനിധികളെയൊക്കെ തന്നെ ഈ വിവരം ഇന്ത്യ അറിയിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്? പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് എതിരെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ എതിരെ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു നിലപാടില്ല. അതേസമയം അവിടുത്തെ ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ലോകരാഷ്ട്രങ്ങളിലെ അംബാസഡർമാരെ, പ്രതിനിധിമാരെ ഒക്കെ തന്നെ ഇന്ത്യ അറിയിക്കുകയാണ്. ഇതോടൊപ്പമാണ് ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗങ്ങളെയും ഇന്ത്യ, പാകിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ അംഗങ്ങളെയും ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യവുമുള്ളത്. ഏതായാലും ഇന്ത്യ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആക്രമണത്തിന് നിർബന്ധിതമായത്, ഏത് സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത് എന്ന കാര്യം ലോകരാഷ്ട്രങ്ങളെ, ലോക നേതാക്കളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സജീവമായി തുടരുകയാണ്. ഏതായാലും അത് നേരത്തെ അത്തരം ചർച്ചകളൊക്കെ നടത്തിയ ശേഷം തന്നെയായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയത്. നമുക്കറിയാം, ഇന്നലെ ഖത്തർ അമീറുമായി സംസാരിച്ചിരുന്നു. 2 ദിവസം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു. അമേരിക്കയുമായി നിരന്തരം ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളെയും ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഇന്ത്യ നടത്തിയത് എന്ന കാര്യം വിശദീകരിച്ചു വരികയാണ്. ഏതായാലും അതേസമയം പാകിസ്ഥാൻ തങ്ങളെ ഇന്ത്യ ആക്രമിച്ചത് യാതൊരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ലോകരാഷ്ട്രങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. ഓക്കെ, താങ്ക് യു പി ആർ സുനിൽ. കൂടുതൽ വിവരങ്ങൾക്കായി സുനിലിലേക്ക് നമുക്ക് വീണ്ടും എത്താം.